സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദി എഴുതിയ നോവൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു തുടങ്ങുന്നു. അവതരണം സിന്ധു അശോക്. അമ്മുവിൻ്റെ ജന്മദിനമായിരുന്നു അന്ന്. 19ാം ജന്മദിനം. ശ്രീകൃഷ്ണക്ഷേത്രത്തിലെ വഴിപാടുകൾക്ക് പുറകെ ചെറിയൊരു സദ്യയും പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഗിരിധർ അനുജത്തിക്ക് ഒരു ജോഡി വെള്ളി ജിമിക്കുകൾ സമ്മാനിച്ചു. അമ്മുവിനെ സംബന്ധിച്ചിടത്തോളം ഗിരിധർ ഏട്ടൻ മാത്രമല്ല, അച്ഛനും അമ്മയും കളിക്കൂട്ടുകാരനും ഈ ഭൂമിയിലെ ഏക ബന്ധുവുമാണ്. ക്ഷേത്രദർശനം കഴിഞ്ഞെത്തിയ അമ്മുവിനോട് ഗിരിധർ ചോദിച്ചു, ഊണിനെ ആരെയൊക്കെ ക്ഷണിക്കണം? പറഞ്ഞോളൂ. ഏട്ടൻ്റെ ഇഷ്ടം. എല്ലാ കാര്യങ്ങളിലും നീ ഇങ്ങനെ ഏട്ടൻ്റെ ഇഷ്ടം തന്നെ അനുസരിക്കുമോ? അമ്മുവിന് നാണം വന്നു. അവൾ ഗിരിധറിൻ്റെ കൈത്തണ്ടിയിൽ മാന്താനായി കൈ നീട്ടിയെടുത്തു. വേണ്ട വേണ്ട, മേത്തു തൊട്ടുള്ള കളി വേണ്ട. ഗിരിധർ അനുജത്തിയിൽ നിന്നും അകന്നു മാറി. ഏതായാലും ചോട്ടുവിനെയും അമ്മയും ക്ഷണിക്കാൻ ഞാൻ തീരുമാനിച്ചു. അവൻ ടെലിഫോണിനരികിലേക്ക് നടന്നു. ചോട്ടു എന്നു ഓമനപ്പേരുള്ള ദിനേശ് ഗിരിധറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. സമവയസ്കൻ, ഒരിക്കൽ സഹപാഠിയുമായിരുന്നു. എല്ലാറ്റിനുമുപരി ശ്രീലക്ഷ്മി ഫൈനാൻസിയേഴ്സ് എന്ന സ്വന്തം സ്ഥാപനത്തിൻ്റെ പാർട്ണറുമാണ്. ഏറ്റവും വലിയ പൊരുത്തം രണ്ടുപേരുടെയും അമ്മമാരുടെ പേരുകൾ ഒന്നുതന്നെയാണെന്നതാണ്. ഗിരിധറിൻ്റെയും അമ്മുവിൻ്റെയും അമ്മ ലക്ഷ്മി നായർ 5 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അച്ഛൻ അതിന് 1 വർഷം മുമ്പും. ചോട്ടുവിൻ്റെ അമ്മ ലക്ഷ്മി മോനൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവന് അച്ഛൻ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ചോട്ടുവിൻ്റെ അമ്മയ്ക്ക് ചോട്ടുവിനോടുള്ളതിലേറെ സ്നേഹം ഗിരിധറിനോടും അമ്മുവിനോടുമാണ്. അമ്മുവിന് അല്പം കൂടുതൽ സ്നേഹമുണ്ടെന്ന് തോന്നുന്നു. അവളെക്കുറിച്ച് ഒരു പ്രത്യേക മോഹവും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ചോട്ടുവിനും അത് സമ്മതമാണെന്നാണ് പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാവുന്നത്. ഗിരിധറോ അമ്മുവോ ആ മോഹത്തെ തള്ളാനും ന്യായമില്ല. ഒരു പിറന്നാൾ സമ്മാനം വാങ്ങേണ്ട താമസമേയുള്ളൂ. ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് ചോട്ടുവിൻ്റെ അമ്മ ലക്ഷ്മി മേനോൻ ഫോൺ വെച്ചത്. ഗിരിധർ തിരിച്ചെത്തിയപ്പോൾ കണ്ണുരുട്ടിക്കൊണ്ട് അമ്മു കുറ്റപ്പെടുത്തി. ആദ്യം വിളിക്കേണ്ട ആളിനെ ഏട്ടൻ മറന്നു. അതാരാണാവോ? ഞാൻ പറഞ്ഞു കൊടുത്തേക്കാം. ഏട്ടന് ഈയിടെ ഇത്തിരി മറവി കൂടുതലാണ്. എന്തു ചെയ്യാം മോളെ, ലക്ഷങ്ങൾ കൊണ്ടല്ലേ കളിക്കുന്നത്. അത് വല്ലോൻ്റെയും കാശ്. അതും ഇതുമൊക്കെ ചിന്തിച്ച് നടന്നാൽ നമ്മൾ കുത്തുപാളയെടുക്കും. അപ്പോൾ നന്ദിതയുടെ കാര്യം അതും ഇതുമാണ് അല്ലേ? വീണ്ടും ഗിരിധരനെ മാന്താനായി അമ്മു കൈ നീട്ടി അടുത്തു. ദേ, ഒറ്റ കീറു തന്നാലുണ്ടല്ലോ. അമ്മുവിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഗിരിധർ ഒച്ച വെച്ചു. ഒന്നേയുള്ളല്ലോ എന്ന് വിചാരിച്ച് അല്പം കൊഞ്ചിച്ചു പോയി. അപ്പോൾ തലയിൽ കയറിയിരുന്ന് ചെവി തിന്നാൻ തുടങ്ങുന്നോ? കുരങ്ങിൻ്റെ നഖത്തിൻ്റെ ഒരു നീളം തൊട്ടാൽ മതി, 1 ഏക്കർ തൊലി പോകും. എൻ്റെ ദേഹത്ത് മുഴുവൻ മുറിപ്പാടുകളാ. നോക്കിക്കോ, വല്ല ആമ്പിള്ളേരുടെയും തല്ലുകൊണ്ട് നിൻ്റെ എല്ലൊടിയും. ഉറങ്ങിക്കിടക്കുമ്പോൾ നിൻ്റെ ആ നഖം പറ്റ വെട്ടിക്കളിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാ അമ്മു കൊഞ്ഞനം കാട്ടി. അയ്യേ, തനി വാനരം തന്നെ. ഗിരിധർ ധൃതിയിൽ പുറത്തേക്ക് പോയി. അമ്മു ഫോണിനടുത്തേക്കും. അവൾ പ്രൊഫസർ ബാലൻമേനോൻ്റെ നമ്പറാണ് കറക്കിയത്. ബാലൻമേനോൻ കുടുംബ സുഹൃത്താണ്, അച്ഛൻ്റെ പഴയ കൂട്ടുകാരനും. വധുവാണ്. ഇരു വീട്ടുകാരും വാക്കാൽ തീരുമാനിച്ച കല്യാണം. ഗിരിധറിന് ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അമ്മുവിൻ്റെ കല്യാണം കഴിഞ്ഞേ തങ്ങളുടേത് നടക്കൂ. ബാലൻമേനോന് പൂർണ്ണ സമ്മതം. ഹലോ നന്ദി, അമ്മു വിളിച്ചു. എന്തിനാ മോളെ രാവിലെ വിളിച്ച് വെറുതെ നന്ദി പറയുന്നത്? അതിനതൊക്കെ എന്തുപകാരം ഞാൻ ചെയ്തു? അപ്പുറത്തു നിന്ന് നന്ദിതയുടെ ചോദ്യം. എൻ്റെ ഏട്ടന് ചെയ്യാൻ പോകുന്ന ഉപകാരങ്ങൾക്കുള്ള അഡ്വാൻസ്ഡ് നന്ദിയാണ്. ഓ, എൻ്റെ അമ്മുക്കുട്ടിയമ്മേ, രാവിലെ വധിക്കുകയാണല്ലോ. അമ്മുക്കുട്ടിയമ്മ എന്ന് എന്നെ എൻ്റെ ഏട്ടൻ മാത്രമേ വിളിക്കാറുള്ളൂ. വേറെ ചിലരും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അല്പം ചോട്ട ആയ ഒരാൾ. എന്താ കക്ഷിയുടെ പേര്? ചോട്ടുവോ? അമ്മു ചീറി. മുറത്തിൽ കയറി കൊത്തണ്ട. ഫോൺ ബാലമ്മാമയ്ക്ക് കൊടുക്കൂ. ചിരിയോടെ നന്ദിത ഫോൺ കൈമാറി. അല്ല, എന്താ മോളെ വിശേഷം? ബാലൻമേനോൻ്റെ പതിഞ്ഞ ശബ്ദം. എൻ്റെ പിറന്നാളാണിന്ന്. ഊണിവിടെ. നന്ദിതയും കൂട്ടി ഇപ്പോൾ തന്നെ വരണം. പിന്നെന്താ? അമ്മു ഫോൺ വെച്ചു. പിറന്നാൾ സദ്യ ഒരുങ്ങും മുമ്പേ ക്ഷണിക്കപ്പെട്ടവർ എത്തി. ആദ്യം വന്നത് നന്ദിതയും അച്ഛനുമായിരുന്നു. നന്ദിത ഓടിയണഞ്ഞ് അമ്മുവിൻ്റെ നെറ്റിയിൽ തുരുതുരെ ഉമ്മ വെച്ചു. എൻ്റെ അമ്മക്കുട്ടിയമ്മയ്ക്ക് ഇതുപോലെ 120 ജന്മദിനങ്ങളും ഉണ്ടാകട്ടെ. മനുഷ്യായുസ് അത്രയുമാണല്ലോ. കണ്ടോ, എന്നെ ശപിച്ചു. ഞാൻ മുതുമുതുക്കിയായി നരച്ചു കുറച്ച് ചാവണമെന്ന ഓരോരുത്തരുടെ ആശ. എന്നാൽ വേണ്ട, ഉടനെ സുമംഗലിയാവട്ടെ എന്ന് ആശീർവദിച്ചേക്കാം. എന്നെ ഇവിടുന്ന് അടിച്ചെറിക്കിയാലല്ലേ പറയുന്നയാളിന് ഇങ്ങോട്ട് കുടി കയറാൻ പറ്റൂ. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും പിടയുന്നവളാണല്ലോടി മോളെ നീ. നിൻ്റെ ഏട്ടൻ നിന്നെ എങ്ങനെ സഹിക്കുന്നോ ആവോ. വേണ്ട, ഏട്ടൻ്റെ കാര്യത്തിൽ വിഷമിക്കാനൊക്കെ ഇത്തിരി കഴിഞ്ഞിട്ട് മതി. എങ്കിൽ ദാ ഇത് വാങ്ങ്. നന്ദിത ഒരു പാക്കറ്റ് അമ്മുവിൻ്റെ കയ്യിൽ വെച്ചു. ആദ്യം തരേണ്ടത് ഇതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മു ധൃതിയിൽ പാക്കറ്റ് അഴിച്ചു. അതൊരു കളിപ്പാവയായിരുന്നു. ഈശ്വര, ഇത് ആരെങ്കിലും കണ്ടാൽ. നന്ദിതയെ മാന്താനായി അമ്മു കൈ നീട്ടി. പൊട്ടിച്ചിരിയോടെ അമ്മുവിൽ നിന്ന് ഓടി ഒഴിഞ്ഞുകൊണ്ട് നന്ദിത പറഞ്ഞു,
അതിന് നീ ഉദ്ദേശിക്കുന്ന അർത്ഥമൊന്നുമില്ല മോളെ. നീ ഇപ്പോഴും ഉള്ള കുട്ടിയല്ലേ. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ കളിപ്പാവയെ കൊണ്ടുവന്നത്. അപ്പോഴാണ് ചോട്ടു എന്ന ദിനേശും അമ്മയും സുമുഖനായ മറ്റൊരു ചെറുപ്പക്കാരനും എത്തിയത്. ചോട്ടുവിൻ്റെ അമ്മ അമ്മുവിനെ ആശീർവദിച്ച ശേഷം ചന്ദനത്തിൽ ചിത്രപ്പണികളോടെ നിർമ്മിച്ച ഒരു സിന്ദൂരച്ചെപ്പ് അവൾക്ക് സമ്മാനിച്ചു. ഇതിൽ നിറച്ചിരിക്കുന്നത് മൂകാംബികയുടെ സിന്ദൂരമാണ്. എൻ്റെ മോൾക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. തീൻമേശയിൽ വെച്ചാണ് ചോട്ടു തൻ്റെ ഒപ്പം വന്ന ചെറുപ്പക്കാരനെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയത്. ഇത് ശ്യാം സുന്ദർ, മെഡിക്കൽ റപ്പാണ്. കൂടാതെ ഒരു സർവകലാവല്ലഭൻ. പാടും, അഭിനയിക്കും, നന്നായി ഗിത്താറും വായിക്കും. ശ്യാം സുന്ദർ എല്ലാവരുടെയും നേരെ കൈകൂപ്പി. എന്നാൽ മനഃപൂർവ്വം എന്നോണം പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് അയാൾ ഒരിക്കൽ പോലും ശ്രദ്ധിച്ചതേയില്ല. ചോട്ടുവിൻ്റെ അമ്മയായ ലക്ഷ്മി മേനോനും നന്ദിതയുടെ അച്ഛനായ ബാലൻ മേനോനും ശ്യാംസുന്ദറിൻ്റെ പെരുമാറ്റത്തിൽ മതിപ്പ് തോന്നി. നല്ല പയ്യൻ എന്ന് ഇരുവരും മനസ്സിൽ പറയുകയും ചെയ്തു. എന്നാൽ സദ്യ കഴിഞ്ഞ ഉടൻ ഗിരിധർ ചോട്ടുവിനെ വിളിച്ച് തൻ്റെ മുറിയിൽ കൊണ്ടുപോയി രഹസ്യമായി ചോദിച്ചു. ഏതാ അവൻ? ഒട്ടും മാർദ്ദവമില്ലാത്ത ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ ശ്യാംസുന്ദർ. അവൻ്റെ പേരല്ല ചോദിച്ചത്, അവനും നീയുമായുള്ള ബന്ധം. ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല. നിന്റെ സുഹൃത്താണോ എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കൽ ബോംബെയിൽ നിന്നും ഫ്ലൈറ്റിന് കൊച്ചിയിലേക്ക് വരുമ്പോഴാണ് ഞാൻ അവനെ പരിചയപ്പെടുന്നത്. അവൻ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു. ആരെയും ആകർഷിക്കും വിധമുള്ള പെരുമാറ്റം, ആവശ്യപ്പെടാതെ തന്നെ ആരെയും സഹായിക്കാൻ തയ്യാറാകുന്ന പ്രകൃതം. ശരിക്കും ജോളി ടൈപ്പ്. കാഴ്ചയിൽ നല്ല കുടുംബത്തിൽ ജനിച്ചവൻ എന്ന് തോന്നി. ആ യാത്രയിലെ പരിചയം വെച്ചുകൊണ്ട് അവൻ എന്നെ കാണാൻ വീട്ടിൽ വന്നു. എൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. ആരോടും പെട്ടെന്ന് കയറിയെടുക്കും. മക്കളുടെ പ്രായമുള്ള എല്ലാവരും അമ്മയ്ക്ക് സ്വന്തം മക്കളാ. അമ്മയ്ക്കിപ്പോൾ എന്നേക്കാൾ പ്രിയം അവനോടാ. ഇപ്പോൾ അവൻ വീട്ടിലെ നിത്യ സന്ദർശകനാ. ഞങ്ങൾ പിറന്നാൾ സദ്യ ഉണ്ണാൻ ഇങ്ങോട്ട് പുറപ്പെടാൻ നേരം അവനും വന്നു. ഇങ്ങോട്ടാണല്ലോ എന്ന സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ അവനെയും ക്ഷണിച്ചു. അവനാണെങ്കിൽ തടസ്സമൊന്നും പറഞ്ഞില്ല. ഒന്ന് നിർത്തിയിട്ട് ചോട്ടു ഗിരിധരോട് ചോദിച്ചു, എന്താ നിനക്കൊരു അനിഷ്ടം പോലെ? അവനെ എനിക്കറിയാവുന്നത് കൊണ്ട്. ചോട്ടുവിൽ ഒരു ഞെട്ടൽ പ്രകടമായി. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളുന്നവനല്ല അവൻ, പ്രത്യേകിച്ചും പെൺകുട്ടികളുള്ള കുടുംബത്തിൽ. തനി പെൺപിടിയനാണവൻ. പെണ്ണുങ്ങളെ വളയ്ക്കുന്നതിൽ ഒരു ലോകമിടുക്കൻ. സുന്ദരനും കലാകാരനുമായതുകൊണ്ട് സംഗതി എളുപ്പം സാധിക്കും. വുമൺ കില്ലർ എന്നും കാസനോവയെന്നുമൊക്കെ അവനെ വിളിക്കുന്നവരുണ്ട്. ഒരു പെണ്ണിനെ അവൻ നോട്ടമിട്ടാൽ ആഴ്ചകൾക്കുള്ളിൽ അവൾ അവൻ്റെ കിടക്കയിലെത്തുമത്രേ. ചോട്ടുവിൻ്റെ മുഖം രക്തശൂന്യമായി. അവൻ മെല്ലെ കിതയ്ക്കാൻ തുടങ്ങി. ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്കറിയാമല്ലോ വളഞ്ഞ വഴികളൊന്നും എനിക്കറിയില്ല. അല്പം വളഞ്ഞ വഴികൾ കൂടി മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലടാ. നിനക്ക് കേൾക്കണോ? ഒരിക്കൽ ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിൽ വെച്ചാണ് ഞാനിവനെ ആദ്യം കാണുന്നത്. 2 പെൺകുട്ടികളോടൊപ്പം അവനെ പോലീസ് റെയ്ഡിൽ പിടിച്ചു. അവൻ എന്നെ അറിയില്ല. അവനെ എനിക്കറിയാമെന്ന കാര്യവും അറിയില്ല. ഐ ആം സോറി ഗിരി, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. സാരമില്ല, ഇനി സൂക്ഷിച്ചാൽ മതി. ഇനി ഒരിക്കൽ കൂടി അവൻ ഇവിടെ വരാൻ ഇടയാകരുത്. അങ്ങനെയുണ്ടായാൽ ചിലപ്പോൾ ഞാനൊരു കൊലപാതകിയായി തീരും. ഇല്ല ഗിരി, അങ്ങനെയുണ്ടായാൽ നീയല്ല, ഞാനായിരിക്കും കൊലപാതകിയായി മാറുക. കാരണം ഞാനാണല്ലോ അവനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത്. പിന്നീട് യാത്ര പറഞ്ഞ് പിരിയും വരെ ഗിരിധറിൻ്റെയും ചോട്ടുവിൻ്റെയും മുഖങ്ങൾ വിളറിയും പെരുമാറ്റം ആകെ തണുത്തും കാണപ്പെട്ടു. പിരിയാൻ നേരെ ശ്യാംസുന്ദർ ഗിരിധറിൻ്റെ കൈ കവർന്നുകൊണ്ട് വീണ്ടും കാണാം എന്ന് പറഞ്ഞപ്പോൾ ഉപചാരത്തിനായി പോലും ഒന്നും മന്ദഹസിക്കാൻ അവന് കഴിഞ്ഞില്ല. എന്നിട്ടും കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഗിരിധർ ഇല്ലാതിരുന്ന ഒരു അപരാജ്ഞത്തിൽ അവരുടെ വീടിൻ്റെ പോർച്ചിൽ ശ്യാംസുന്ദറിൻ്റെ ബൈക്ക് വന്നു നിന്നു. ഡോർബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ടാണ് അമ്മ ഓടിച്ചെന്ന് വാതിൽ തുറന്നത്. വശ്യമായ പുഞ്ചിരിയോടെ വാതിൽക്കൽ ശ്യാംസുന്ദർ. ഗിരിധർ ഇല്ലേ ഇവിടെ? പെൺകുട്ടികളുടെ മുന്നിൽപ്പെട്ടാൽ നെർവസ് ആകുന്ന ഒരുവൻ്റെ ഭാവവും ശബ്ദവുമായിരുന്നു ശ്യാംസുന്ദറിൻ്റേത്. വല്ലാത്ത പരിഭ്രമം, വേപതവും. ഇല്ല, പുഞ്ചിരിയോടെയായിരുന്നു അമ്മുവിൻ്റെ മറുപടി. വാതിൽ അടഞ്ഞു നിൽക്കുന്ന അമ്മുവിന് ആഗതനെ അകത്തേക്ക് ക്ഷണിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ ശ്യാംസുന്ദർ നല്ല മര്യാദക്കാരനായി അറിയിച്ചു. എങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഗിരിധർ ഇല്ലാതെ ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. എപ്പോഴാണ് വരികയെന്നും അറിയില്ല. വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ബിസിനസ്സുകാർക്ക് അങ്ങനെ കൃത്യനിഷ്ഠയൊന്നും പാലിക്കാൻ സാധിക്കില്ലല്ലോ. സാധാരണ പെൺകുട്ടികൾ പ്രകടിപ്പിക്കുന്ന ലജ്ജയോ കുഴച്ചിലോ അഭിനയമോ ഒന്നും കൂടാതെയാണ് അമ്മു സംസാരിക്കുന്നത്. അതോടെ അമ്മുവിനോട് അല്പം സൂക്ഷിച്ചിടപെട്ടാലേ പറ്റൂ എന്ന് ശ്യാംസുന്ദറിന് മനസ്സിലായി. എങ്കിൽ ഞാൻ പിന്നീട് വന്ന് ഗിരിധറെ കണ്ടുകൊള്ളാം. ഒരു പെൺകുട്ടി തനിച്ചുള്ള വീട്ടിൽ അധിക നേരം തങ്ങുന്നത് മര്യാദയല്ലല്ലോ. അയ്യോ, അങ്ങനെയൊന്നും വിശ്രമിക്കണ്ട. ഇവിടെ ഒരു സെർവൻ്റ് കൂടിയുണ്ട്. പൊട്ടിച്ചിരിയോടെയാണ് അമ്മു പറഞ്ഞത്. എങ്കിൽ എനിക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു. ഗിരിധർ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആകാമല്ലോ എന്ന് വിചാരിച്ചാണ് വന്നത്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ചെന്ന് വിളിച്ചുകൊള്ളാം. ശ്യാംസുന്ദർ ധൃതിയിൽ പുറത്തേക്ക് നടന്നു. ഒന്ന് ഫോൺ ചെയ്യുകയല്ലേ വേണ്ടൂ, ഒരു വിരോധവുമില്ല.
അങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മു വാതിൽക്കൽ നിന്നും ഒഴിഞ്ഞതോടെ പോർച്ചിൻ്റെ പടികൾ ഇറങ്ങിയ ശ്യാംസുന്ദറിന് മടങ്ങി വരേണ്ടി വന്നു. ഇതാണ് നഗരത്തിലെ പെൺകുട്ടികളുടെ ഒരു ഗുണം. നാട്ടുമ്പുറത്താണെങ്കിൽ പെൺകുട്ടികളുള്ള വീടിൻ്റെ പടിക്കൽ പോലും പോകാൻ പറ്റില്ല. ആളുകൾ കഥയുണ്ടാക്കും. അമ്മുവിൻ്റെ പിന്നാലെ അകത്തേക്ക് നടന്നുകൊണ്ട് ശ്യാംസുന്ദർ തുടർന്നു. ഞാനൊരു നാട്ടുമ്പുറത്തുകാരനായതുകൊണ്ട് പറയുകയാണ്. അത് നിൽക്കട്ടെ, അമ്മു അറിയിച്ചു. ഫോൺ ചെയ്യുന്നതിനിടയിൽ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. എന്താണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. ചായ, കാപ്പി, ലൈം ജ്യൂസ്? അയ്യോ, ഒന്നും വേണ്ട. പ്രത്യേകിച്ചും ചായയും കാപ്പിയും ഞാൻ കുടിക്കില്ല. പിന്നെ മോഡേൺ ആണെങ്കിലും തനി നാട്ടുംപുറത്തുകാരുടെ അതിവിനയമാണ് ശ്യാംസുന്ദറിൽ കാണുന്നത്. പാവം, ഇയാളൊരു ടൈപ്പാണല്ലോ എന്ന് അമ്മു ഓർത്തു. അവളുടെ ചുണ്ടിൽ ചിരി ഊറി. എങ്കിൽ ഞാൻ പാലെടുക്കാം. എന്താ, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഒന്ന് ഫോൺ ചെയ്യാൻ അനുവദിച്ചു തന്നെ വലിയ കാര്യം. ഒരു കാര്യം ചെയ്യാം, അമ്മ വിട്ടില്ല. അല്പം സംഭാരം എടുക്കാം. അതാണല്ലോ നാട്ടുംപുറത്തുകാർക്ക് പ്രിയം. ഇവൾ മോശമല്ലല്ലോ, ശ്യാംസുന്ദർ വിലയിരുത്തി. പക്ഷേ പുറമേ അതൊന്നും ഭാവിച്ചില്ല. എനിക്കിപ്പോൾ യാതൊന്നും വേണ്ട അമ്മുക്കുട്ടിയമ്മേ. അമ്മുവിൽ ഒരു ചെറു നടുക്കമുണ്ടായി. ഒരു നിമിഷത്തെ വിഭ്രമത്തിന് ശേഷം അവൾ ചോദിച്ചു, എന്താ വിളിച്ചത്? അമ്മുക്കുട്ടിയമ്മയോ? അതെ, അന്ന് ആ കൂട്ടുകാരി വിളിക്കുന്നത് കേട്ടുവല്ലോ. എന്താണ് ആ കുട്ടിയുടെ പേര്? ഓർത്തെടുക്കാനെന്നോണം ശ്യാംസുന്ദർ ചൂണ്ടുവിരൽ കൊണ്ട് ശിരസിൽ മൃദുവായി അടിച്ചു. സത്യത്തിൽ തനിക്ക് അജ്ഞാതമായി ആ പേര് കണ്ടുപിടിക്കുകയായിരുന്നു ശ്യാംസുന്ദറിൻ്റെ ലക്ഷ്യം. ആലോചിച്ച് തലപുകയേണ്ട, ഞാൻ പറയാം. നന്ദിത. ഓ, നന്ദിത കൊള്ളാം. അമ്മുക്കുട്ടിയമ്മയെ പോലെ സ്മാർട്ടൊന്നുമല്ലെന്ന് തോന്നുന്നു. ഒരു നാണം കുടുങ്ങി. പക്ഷേ ആ കുട്ടിയുടെ അച്ഛൻ വളരെ നൈസാണ് കേട്ടോ. വെരി നൈസ് മാൻ. എനിക്കിഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു. പ്രൊഫസർ ബാലൻമേനോൻ. അതെ അതെ, അതുതന്നെ, ബാലൻമേനൻ. എവിടെയാണ് അവർ താമസിക്കുന്നത്? അമ്മു ആ റോഡിൻ്റെ പേരും വീട്ടുപേരും പറഞ്ഞു കൊടുത്തു. ഈ നന്ദിത അമ്മുക്കുട്ടിയമ്മയുടെ കൂട്ടുകാരി മാത്രമല്ലല്ലോ, ഗിരിധറിന് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണല്ലേ? നിങ്ങളുടെ അന്നത്തെ സംസാരത്തിൽ നിന്നും എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ എല്ലാം അറിഞ്ഞു ഒരൊറ്റ ദിവസം കൊണ്ട്. ശ്യാംസുന്ദറിന് നേരിയ ചമ്മലുണ്ടായി. പിന്നെ വിക്കി വിശദീകരിച്ചു. അല്ല, അന്ന് നിങ്ങളെല്ലാവരും തമ്മിലുള്ള ഡയലോഗ്സ് കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാ. ഏതായാലും കൊള്ളാം, ഗുഡ് പെയർ. ചോട്ടുവിൻ്റെ അമ്മയ്ക്ക് അമ്മുക്കുട്ടിയമ്മയെ പറ്റിയും എന്തൊക്കെയോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. അമ്മുവിൻ്റെ മുഖം വല്ലാതെ തുടുത്തു. ആ നിമിഷം അവളൊരു നാടൻ പെൺകുട്ടിയായി. ഇങ്ങോട്ട് പോരാൻ നേരം ഞാൻ ചോട്ടുവിനെ വിളിച്ചതാണ്. അവൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ജോലി തിരക്കുണ്ടത്രേ. വിളക്ക് കിടും പോലെ അമ്മുവിൻ്റെ മുഖം മങ്ങി. ഒരുപക്ഷെ എൻ്റെ മുന്നിൽ അവൻ ചുമ്മാ പൊട്ടം കളിച്ചതാവും. അമ്മുവിനെ സ്വാന്തനിപ്പിക്കുന്നതിനാണ് ശ്യാംസുന്ദർ അങ്ങനെയൊരു അനുബന്ധമിട്ടത്. ഇങ്ങോട്ട് പോരുകയാണെന്നറിഞ്ഞിട്ടും മറ്റൊന്നും പറഞ്ഞില്ല? അമ്മു ഉത്കണ്ഠയോടെ ചോദിച്ചു. ആര് പറഞ്ഞില്ല എന്നാണ് ചോദ്യം? ശ്യാംസുന്ദർ ചെറുചിരിയോടെ അമ്മുവിനെ ചുഴിഞ്ഞു നോക്കി. ഒരു നിമിഷം ഉത്തരം മുട്ടി നിന്നിട്ട് അവൾ ചിണുങ്ങി. കുന്തം. അതിമനോഹരമായ ഒരു പ്രകടനമായിരുന്നു അത്. ശ്യാംസുന്ദറിന് നന്നേ ഇഷ്ടപ്പെട്ടു. താൻ കണ്ടിട്ടുള്ള സുന്ദരികളിലെല്ലാം വെച്ച് സുന്ദരിയാണിവൾ. പെട്ടെന്ന് ശ്യാംസുന്ദർ ചുവരിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രശസ്തമായ രവിവർമ്മ ചിത്രത്തിൻ്റെ പകർപ്പിലേക്ക് നോക്കി വിസ്മയാധീനനായി നിന്നു. കാലിൽ ദർഭമുന കൊണ്ടതായി നടിച്ച് പിന്തിരിഞ്ഞു നോക്കുന്ന ശകുന്തള. കാലിൽ ദർഭമുന കൊണ്ടിട്ടോ മാറിൽ പുഷ്പശരം കൊണ്ടിട്ടോ അല്ലിപ്പൂങ്കടവിൽ. ചിത്രത്തിലേക്ക് നോക്കി നിൽക്കെ സ്വയം അറിയാതെ എന്നവണ്ണ ശ്യാംസുന്ദർ ആ പഴയ പാട്ട് പതുക്കെ മൂളി. ആഹാ, പിന്നിൽ അമ്മുവിൻ്റെ അത്ഭുതം. പാടുമെന്നൊരാൾ പറഞ്ഞത് സത്യമാണല്ലോ. ഒരാളല്ലേ പറഞ്ഞുള്ളൂ, സത്യമാവണമെന്ന് നിർബന്ധമില്ല. അമ്മുവിൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ശ്യാംസുന്ദർ പറഞ്ഞു. എന്തുകൊണ്ടോ പ്രത്യേകതയുള്ള ആ നോട്ടമേറ്റപ്പോൾ അമ്മുവിൻ്റെ മുഖം കുനിഞ്ഞുപോയി. നന്നായി പരിശ്രമിച്ചാൽ പെണ്ണ് വീണത് തന്നെ എന്ന് ശ്യാംസുന്ദർ മനസ്സിൽ കുറിച്ചു. ആ സന്തോഷത്തിൽ ശ്യാംസുന്ദർ ആ പഴയ സിനിമാ ഗാനത്തിൻ്റെ പല്ലവി പാടി. അമ്മുവിൻ്റെ കണ്ണുകൾ വിടർന്നു വിങ്ങി. ആ സ്വരം നെഞ്ചിൽ നിർവൃതിയുടെ കുളിർ ചൊരിയുന്നു. 1 മിനിറ്റ്. ശ്യാംസുന്ദർ പല്ലവി പാടി നിർത്തിയതും അമ്മു ആവശ്യപ്പെട്ടു. ഞാനൊന്ന് റെക്കോർഡ് ചെയ്തോട്ടെ? ശ്യാംസുന്ദർ മെല്ലെ തലയാട്ടി. ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും തുവാലയെടുത്ത് മുഖം തുടച്ചു. അമ്മു ടേപ്പ് റെക്കോർഡർ റെഡിയാക്കുന്നതിനിടയിൽ ശ്യാംസുന്ദർ തൻ്റെ വിയർപ്പ് പുരണ്ട തുവാല ടീപ്പോയിൽ നിക്ഷേപിച്ചു. റെഡി, സ്റ്റാർട്ട്. അപ്പോഴേക്കും അമ്മു കൽപ്പിച്ചു. ശ്യാംസുന്ദർ ആ പല്ലവി മാത്രം വീണ്ടും പാടി. ഇത്രയുമേ എനിക്കറിയൂ. വളരെ പഴയ പാട്ടാണത്. ഒരുപക്ഷെ ഞാനൊക്കെ ജനിക്കും മുമ്പേ ഇറങ്ങിയ സിനിമയിലേതാവണം. പിന്നെ അവൻ ധൃതിയിൽ വാച്ചിൽ നോക്കി. അവിടം വിടാൻ ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല, എന്തെങ്കിലും അത്യാവശ്യ കാര്യം സാധിക്കാനുമില്ല. അമ്മു തൻ്റെ ചൂണ്ടയോടടുത്തിരിക്കുന്നു. കൂടുതൽ ഇവിടെ തങ്ങി അവളെ മുഷിപ്പിച്ചുകൂടാ. അവളുടെ മനസ്സ് തൻ്റെ പിന്നാലെ വരണമെങ്കിൽ താൻ ആകർഷണീയമായ ഒരകലം സൂക്ഷിച്ചേ പറ്റൂ. അവൾ ശ്യാംസുന്ദറിൻ്റെ സാമീപ്യത്തിനായി കൊതിക്കണം. പയ്യെ തിന്നാൽ പനയും തിന്നാം. ആദ്യം ചെറുതായൊന്ന് ലൈനിട്ട് വെച്ചാൽ മതി. ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അമ്മു ചോദിച്ചു. ഏതായാലും ഒരു തവണ ഫോൺ ചെയ്യാനുള്ള അനുമതി തന്നിട്ടുണ്ട്. അത് നേരത്തെ ഉപയോഗിച്ച് തീർക്കുന്നില്ല. വീണ്ടും കാണാം.
പോർച്ചിൻ്റെ പടികൾ ചാടി ഇറങ്ങി ശ്യാംസുന്ദർ ബൈക്കിൽ കടന്നിരുന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വാതിൽക്കൽ നിന്നിരുന്ന അമ്മുവിൻ്റെ നേർക്ക് അവൻ കൈവീശി. അപ്പോൾ ശരി അമ്മുക്കുട്ടിയമ്മേ. ഇത്തവണ ആ അമ്മുക്കുട്ടിയമ്മ വിളി അവളിൽ നേർത്തൊരു കോരിത്തെരിപ്പുണ്ടാക്കി. ബൈക്ക് ഗേറ്റ് കടന്ന് മറിഞ്ഞിട്ടും അമ്മു വാതിൽക്കൽ തന്നെ നിന്നു. എന്തോ ഒരാകർഷണം പോലെ, ദീർഘനാളത്തെ പരിചയം പോലെ. അവൾ ഹാളിൽ മടങ്ങിയെത്തിയപ്പോഴാണ് കണ്ടത് ടീപ്പോയിൽ ശ്യാംസുന്ദറിൻ്റെ തൂവാല. പാവം മറന്നിട്ടതാണ്. അവൾ അതെടുത്തു. ഹൃദ്യമായൊരു സുഗന്ധം. അന്ന് അവൾ ഓർത്തത് ചോട്ടുവിനെക്കുറിച്ചല്ല. ചോട്ടുവിനെ തള്ളി മാറ്റിക്കൊണ്ട് ശ്യാംസുന്ദർ കടന്നു വരുന്നു, അയാളുടെ സുഗന്ധവും. അന്ന് ഒരുപാട് വൈകിയാണ് ഗിരിധർ വീട്ടിലെത്തിയത്. അത്താഴമേശയിൽ വെച്ചാണ് അമ്മു ശ്യാംസുന്ദർ വന്ന വിവരം ഏട്ടനെ അറിയിച്ചത്. ഒരു പൊട്ടിത്തെറിയോടെ ഗിരിധർ ചാടി എഴുന്നേറ്റു. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ നീ എന്തിനാണ് കണ്ട തെമ്മാടികളെയൊക്കെ വാതിൽ തുറന്ന് അകത്ത് കടത്തിയത്? ഒന്ന് ഫോൺ ചെയ്തോട്ടെ എന്ന് അയാൾ ചോദിച്ചു. കാണുന്നവനൊക്കെ ഒന്ന് ഫോൺ ചെയ്യാൻ ഇതെന്താ പബ്ലിക് കോൾ ഓഫീസോ? ഏട്ടൻ്റെ ഫ്രണ്ടാണല്ലോ എന്ന് വിചാരിച്ചാണ്. എൻ്റെ ഫ്രണ്ടോ? അവൻ എൻ്റെ ആരുമല്ല. ചോട്ടുവിൻ്റെ കൂടെ വന്നതുകൊണ്ട് മാത്രമാണ് അന്ന് ഞാനവനെ ഈ വീട്ടിനുള്ളിൽ കടത്തിയത്. ഏട്ടൻ ഇത്രമേൽ കോപിക്കാനുള്ള കാരണം മനസ്സിലായില്ലെങ്കിലും അതോടെ അമ്മുവും സ്തബ്ധയായി. ആകട്ടെ, അവൻ എത്ര നേരം ഈ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു? ഗിരിധർ ചോദിച്ചു. ഒരു അരമണിക്കൂർ മാത്രം. പെട്ടെന്ന് തിരിച്ചുപോയി. അരമണിക്കൂറോ? ഗിരിധർ തലയിൽ കൈവച്ചു. അരമണിക്കൂർ അവനിവിടെ എന്തു ചെയ്യുകയായിരുന്നു? എനിക്കറിയാം, നീ നശിച്ചു. ഗിരിധർ മേശയിലിരുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളും എടുത്ത് 4 വശത്തേക്കും എറിഞ്ഞു തകർത്തു. നീ പിഴച്ചു. എൻ്റെ അനുജത്തി തുലഞ്ഞു. എനിക്കിനി ജീവിക്കണ്ട. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മു ഗിരിധറിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും. ഗിരിധർ അനുജത്തിയുടെ നേർക്ക് തുറിച്ചു നോക്കി. നിനക്കറിയാമോ, ലോകം കണ്ടതിലേക്കും വച്ച് ഏറ്റവും വലിയ വ്യഭിചാരിയാണ് അവൻ. നീ ഇവിടെ വിളിച്ചു കയറ്റി സൽക്കരിച്ച അവൻ. അമ്മു വല്ലാതെ നടുങ്ങിപ്പോയി. അവളെ തന്നെ നോക്കി നിന്നുകൊണ്ട് ഗിരിധർ ഉച്ചത്തിൽ കിതച്ചു. കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുകയേയില്ല. ഒരു പച്ചപ്പാവത്തെ പോലെ. വിക്കി അമ്മു പറഞ്ഞു. അതാണ് അവൻ്റെ രീതി. പച്ചപ്പാവത്തെ പോലെ തോന്നിയാലല്ലേ ആളുകൾ അവനെ വീട്ടിൽ കടക്കാൻ അനുവദിക്കൂ. നിന്നെപ്പോലുള്ള പെൺപിള്ളേരെ അവൻ്റെ വലയിൽ വീഴൂ. ദൈവം അവന് സുന്ദരമായൊരു മുഖം കൊടുത്തിട്ടുണ്ട്. പെരുമാറ്റമാണെങ്കിൽ അങ്ങേയറ്റം അന്തസ്സുറ്റതും. ആരും അവനെ സംശയിക്കില്ല. അതാണ് അവൻ്റെ വിജയവും. ശ്യാംസുന്ദരെക്കുറിച്ച് നേരത്തെ തന്നെ അമ്മുവിന് അറിവ് കൊടുക്കാതിരുന്നത് മണ്ടയത്തരമായി എന്ന് ഗിരിധറിന് തോന്നി. അതുകൊണ്ട് ഇനിയും ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ലെന്ന് അവൻ തീരുമാനിച്ചു. ആ ചെകുത്താൻ ഇനിയും വന്നുവെന്നും വരാം. കണ്ണിൽപ്പെടുന്ന സുന്ദരികളെ എല്ലാം നമ്പരിട്ട് വിടുന്നവനല്ലേ ഏട്ടൻ? ഒരുപക്ഷെ അയാളെ തെറ്റിദ്ധരിച്ചതാണെങ്കിലോ? അമ്മു ചോദിച്ചു. നല്ലവരെ പറ്റിയും ആളുകൾ ചിലപ്പോൾ അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയെന്ന് വരാം. യഥാർത്ഥത്തിൽ ശ്യാംസുന്ദരെക്കുറിച്ച് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം കണ്ടപ്പോഴും ശ്യാംസുന്ദറിൻ്റെ പെരുമാറ്റത്തിൽ ഒരിടത്തും അരുതാത്ത യാതൊന്നും അവൾ കണ്ടിരുന്നില്ല. ആ 2 സന്ദർഭങ്ങളും ഒരിക്കൽ കൂടി അവൾ അയവിറക്കി. ഞാനാണോ അവനെ തെറ്റിദ്ധരിച്ചത്, അതോ നീയോ? ഗിരിധർ ചോദിച്ചു. ഈ നഗരത്തിലെ ഒരു പ്രധാന ഹോട്ടലിൻ്റെ കോറിഡോറിൽ വെച്ച് ഞാൻ അവനെ കണ്ടിട്ട് 1 മാസമേ ആയുള്ളൂ. 2 പെൺകുട്ടികളോടൊപ്പം പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു ഇമ്മോറൽ ട്രാഫിക്കിന്. അമ്മുവിൽ ഒരു ഞെട്ടലുണ്ടായി. ശ്യാംസുന്ദറിനോടൊപ്പം ചിലവിട്ട നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് ഭയം തോന്നി. ലോകത്തിൽ 4 തരം ആളുകളുണ്ട്. നല്ലവരും കെട്ടവരും, കെട്ടവരുമായി തെറ്റിദ്ധരിക്കപ്പെട്ട നല്ലവരും, നല്ലവരായി നടിക്കാൻ വിദഗ്ധരായ കെട്ടവരും. ആ 4 തരക്കാരെയും തിരിച്ചറിയാൻ നിന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് കഴിയണം, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടും. ഈ 4 തരത്തിൽ വെച്ച് ഏറ്റവും കുഴപ്പക്കാർ അവസാനം പറഞ്ഞവരാണ്. നീ ഇന്ന് വീട്ടിൽ കടത്തി സൽക്കരിച്ചവൻ ആ കൂട്ടത്തിൽപ്പെട്ടവനാണ്. ഞാൻ സൽക്കരിച്ചുവെന്നോ? ഛേ! അമ്മു ഈർഷ്യ പ്രകടമാക്കി. കേവലം സുജനമര്യാദയുടെ പേരിൽ 2ഓ 3ഓ വാക്ക് സംസാരിച്ചിരിക്കാം. അപ്പോഴേക്കും അയാൾ സ്ഥലം വിട്ടുകഴിഞ്ഞു. ഗിരിധറിന് തെല്ല ആശ്വാസമായി. 2ഓ 3ഓ വാക്ക് സംസാരിച്ചതേ ഉള്ളോ? അല്ലാതെന്താ? ഏട്ടന് അമ്മുവിനെ അത്രയും വിശ്വാസമില്ലെന്നാണോ? അതല്ല മോളെ, നീയൊരു സാധു പെണ്ണാ. നല്ലതു പറഞ്ഞു തരാനും ഞാനില്ലാത്തപ്പോൾ നിനക്ക് സംരക്ഷണം നൽകാനും നമ്മുടെ അച്ഛനോ അമ്മയോ ജീവിച്ചിരിക്കുന്നില്ല. നീ വേണം നിന്നെ കാക്കാൻ. ഏട്ടൻ പേടിക്കണ്ട, എന്നെ കാക്കാൻ എനിക്കറിയാം. ഇനി മേലിൽ അയാൾ ഇവിടെ വരില്ല, അതുപോരെ? അയാൾ വന്നാലും നീ വാതിൽ തുറക്കാൻ പാടില്ല. ഉടനടി ഫോണിൽ എനിക്ക് വിവരം തരാനും മറക്കരുത്. ശരി, അമ്മു സമ്മതിച്ചു. അതോടെ ഗിരിധറിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. എങ്കിലും ആ രാത്രിയിൽ തന്നെ ഗിരിധർ ചോട്ടുവിനെ ഫോണിൽ വിളിച്ച് വിവരം ധരിപ്പിച്ചു. ചോട്ടു പൊട്ടിത്തെറിച്ചു. അവൻ ഇത്ര വേഗം അവിടെ എത്തിയോ? കഴിവറുടെ മോനെ ഞാൻ കാണട്ടെ. ഇനി ഒരിക്കൽ കൂടി അവൻ ഇത് ആവർത്തിച്ചാൽ അവനെ തട്ടിയിട്ട് തൂക്കുമരത്തിലേറാൻ ഞാൻ മടിക്കില്ലെന്ന് പറഞ്ഞേക്ക്. നിന്റെ ചങ്ങാതിയല്ലേ? ഗിരിധർ അറിയിച്ചു. എന്ത് ചങ്ങാതി? ചോട്ടുവിന് ചുണ്ടി വന്നു.
ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്ന് ചങ്കാത്തം കൂടിയവനല്ലേ. അവൻ്റെ തല മനസ്സിലായ നിമിഷം തന്നെ ഞാൻ കട്ട് ചെയ്യുകയും ചെയ്തു. അമ്മയോടും അവൻ്റെ വിശേഷം ഒന്ന് ധരിപ്പിച്ചേക്കണം. ഇല്ലെങ്കിൽ പാവം ഇനിയും അവൻ വന്നാൽ എടുത്ത് തലയിൽ വെച്ച് കളയും. അമ്മയോട് ഞാൻ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പം, അമ്മയ്ക്ക് അതെന്തങ്ങ് വിശ്വസിക്കാൻ വലിയ വിഷമം. അതങ്ങനെയാ. ആ തെമ്മാടി വല്ലാതെ ദൈവാനുഗ്രഹം ഉള്ളവനാ. അതുകൊണ്ടല്ലേ ആളുകൾ സ്വയം അവൻ്റെ വലയിലേക്ക് ചെന്ന് കയറുന്നത്? ഗിരിധർ ചോദിച്ചു. പിറ്റേന്ന് രാവിലെ പുറത്തു പോകും മുമ്പ് ഗിരിധർ ഒരു തവണ കൂടി അനുജത്തിയെ ഉപദേശിച്ചു. കണ്ട അവന്മാരെയൊന്നും വിളിച്ച് അകത്ത് കയറ്റരുത്. അത് കേട്ട് അമ്മൂന് നന്നായി സങ്കടം വന്നു. ഒരബദ്ധം പറ്റിയെന്ന് വെച്ച് ഏട്ടൻ ഇങ്ങനെയാണോ തന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? അവൾ മുഖം കനപ്പിച്ചു നിന്നു. ഗിരിധർ പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹാളിലെ ടെലിഫോൺ ശബ്ദിച്ചു. ഒരു നിമിഷം അവൾ തറച്ചു നിന്നു. ആ കാപാലികനെങ്ങാനും ആയിരിക്കുമോ? അവൾ സാവധാനം ചെന്നാണ് റിസീവർ എടുത്തത്. എന്താ മോളെ, ബെല്ലടിക്കുന്നത് കേട്ടൂടെ? കാതിൽ നന്ദിതയുടെ ശബ്ദം. അമ്മ കോരി തിരിച്ചു. നന്ദിതയെ ഒന്ന് വിളിച്ചാലോ എന്ന് ആലോചിച്ചതേയുള്ളൂ അവൾ. ശ്യാംസുന്ദർ സംഭവം ആരോടെങ്കിലും ഒന്ന് പറയാതെ വയ്യ. ബെല്ല് കേട്ടാലുടൻ അത് എൻ്റെ ഏട്ടത്തിയമ്മയുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓടി വന്നേനെ. ഏട്ടത്തിയമ്മ വിളിയൊക്കെ ഇശി കൂടി കഴിഞ്ഞിട്ട് പോരേ കുട്ടാ. ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കുകയാണ് നാവിന് വഴങ്ങുമോ എന്ന്. ആയിക്കോട്ടെ. പിന്നെ നിൻ്റെ ഏട്ടൻ പോയി കഴിഞ്ഞുവോ ബ്ലേഡ് കമ്പനിയിലേക്ക്? ബ്ലേഡ് കമ്പനി എന്നൊക്കെ പുച്ഛിക്കുന്നത് സൂക്ഷിച്ച് വേണട്ടോ. അറിയാമല്ലോ, എൻ്റെ ഏട്ടൻ വലിയ ദേഷ്യക്കാരനാണ്. അമ്മു പതിഞ്ഞ ശബ്ദത്തിൽ ചിരിച്ചു. നന്ദിതയും അതിൽ പങ്കുചേർന്നു. ആ പിന്നെ ഒരു കാര്യം, അമ്മു പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നനച്ചപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. ചെറിയൊരു വാർത്തയുണ്ടായിരുന്നു, കേൾക്കട്ടെ? അമ്മു അത് പറഞ്ഞു. ശ്യാംസുന്ദറിൻ്റെ സന്ദർശനം, ഏട്ടൻ്റെ പ്രകോപനം. ക്ഷമയോടെ മുഴുവൻ കേട്ടതിന് ശേഷമാണ് നന്ദിത പറഞ്ഞത്. ശ്യാംസുന്ദർ ഇന്നലെ ഇവിടെയും വന്നിരുന്നു. അമ്മുവിന് വലിയ അത്ഭുതം. നേര്? ഞാനെന്തിനു നുണ പറയണം? ഇവിടെ നിന്ന് നേരെ അവിടേക്കായിരിക്കും പോന്നിരിക്കുക. ആ, ഒരുപക്ഷെ ആയിരിക്കാം. അവിടെ വന്നിട്ട് അമ്മുവിന് ജിജ്ഞാസ. അച്ഛനെ കാണാനാണ് വന്നത്. അച്ഛനുമായി കുറേ അധികം നേരം വർത്തമാനം പറഞ്ഞു. ഞാൻ അകത്തിരുന്ന് കേട്ടതേയുള്ളൂ. എപ്പോഴോ ഒരു കപ്പ് ചായ കൊണ്ടുപോയി കൊടുക്കാൻ ചെന്നപ്പോഴാണ് പരസ്പരം കണ്ടത് തന്നെ. നന്ദിതയ്ക്ക് അയാളെപ്പറ്റി എന്തു തോന്നുന്നു? ഏതായാലും നിന്റെ ഏട്ടൻ പറഞ്ഞതുപോലുള്ള ആളാണെന്ന് തോന്നിയില്ല. ഒരുപക്ഷെ നിന്റെ ഏട്ടൻ ആ ഹോട്ടലിൻ്റെ കോറിഡോറിൽ വെച്ച് കണ്ടത് ഇയാളുമായി രൂപസാദൃശ്യമുള്ള മറ്റാരെങ്കിലും ആണെങ്കിലോ? ശരിയാ, അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഏട്ടനോട് പറഞ്ഞാൽ ഏട്ടൻ സമ്മതിച്ചു തരില്ല. നിന്നെ ചോട്ടുവിന് കൊടുക്കാനല്ലേ ഗിരിയേട്ടന് താല്പര്യം. ആ സ്ഥിതിക്ക് നീ ശ്യാംസുന്ദറിലേക്ക് ആകർഷിക്കപ്പെട്ടാലോ എന്ന് കരുതി മനഃപൂർവ്വം അയാളെ തരം താഴ്ത്തി പറഞ്ഞതും ആവാം. അതായിരിക്കില്ല. എൻ്റെ ഏട്ടനെ എന്നെ അറിയാം. ഞാൻ എങ്ങനെ കാണുന്നവരിലൊന്നും വീഴില്ലെന്ന്. എങ്കിൽ പിന്നെ ഏട്ടൻ തന്നെ ശകാരിച്ചതും പാത്രങ്ങൾ എടുത്തെറിഞ്ഞതുമെല്ലാം എന്തിന്? അത് ഞാൻ അയാളുടെ വലയിൽ വീഴുമെന്ന് കരുതിയല്ല. അയാൾ എന്നെ ബലമായി. അതായിരുന്നിരിക്കും ഏട്ടൻ്റെ ഭയം. എൻ്റെ അച്ഛനെ ഏതായാലും അയാളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നല്ല ചെറുപ്പക്കാരൻ എന്നൊക്കെ പറയുന്നത് കേട്ടു. ഭഗവാനെ, എൻ്റെ ഏട്ടനെ വേണ്ടെന്ന് വെച്ചിട്ട് പകരം അയാൾക്കെങ്ങാനും നന്ദിതയെ കല്യാണം കഴിച്ചു കൊടുക്കുമോ? അതിന് നന്ദിതയിൽ നിന്നുണ്ടായ മറുപടി ഒരു പൊട്ടിച്ചിരിയായിരുന്നു. ഒരു പക്ഷേ അമ്മാമ്മയെ കാണാനെന്ന വ്യാജേന ഇനിയും ഇഷ്ടനി അവിടേക്ക് വന്നേക്കാം, അമ്മു പറഞ്ഞു. അങ്ങനെയൊരു ചാൻസ് ഉണ്ട്. നന്ദിത സമ്മതിച്ചു. എങ്കിൽ ഏട്ടൻ ഉടക്കിയത് തന്നെ. ഗിരിയേട്ടനല്ലേ ആൾ, ഞാൻ സമാധാനിപ്പിച്ചോളാം. അപ്പോഴും നന്ദിത ചിരിച്ചു. അമ്മുവിൻ്റെ നിഗമനം ശരിയായിരുന്നു. ശ്യാംസുന്ദർ വീണ്ടും നന്ദിതയുടെ വീട്ടിലെത്തി. അന്നും പ്രൊഫസർ ബാലൻമേനോൻ സ്ഥലത്തുണ്ടായിരുന്നു. ശ്യാംസുന്ദറിന് നേരിയ നിരാശ തോന്നിയെങ്കിലും അത് ഭാവിക്കാതെ കുറച്ച് സമയം പ്രൊഫസറുമായി സൊല്ലിയ ശേഷമാണ് മടങ്ങിയത്. ശ്യാംസുന്ദർ നന്ദിതയുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ചിരുന്ന ബൈക്കിൽ കടന്നിരുന്നപ്പോഴാണ് ഗിരിധറിൻ്റെ ബൈക്ക് ഗേറ്റ് കടന്നു വന്നത്. നന്ദിതയുടെ വീട്ടുമുറ്റത്ത് ശ്യാംസുന്ദറിനെ കണ്ടപ്പോൾ ഗിരിധറിൽ വല്ലാത്തൊരു ഞെട്ടൽ. അമ്മുവിനെ മാത്രമല്ല അവൻ നോട്ടമിട്ടിരിക്കുന്നത്. ഗിരിധറിൻ്റെ രക്തം തിളച്ചു. ശ്യാംസുന്ദറിൻ്റെ വണ്ടിയുടെ അരികിലായി ഗിരിധർ വണ്ടി കൊണ്ടുവന്ന് നിർത്തി. ശ്യാംസുന്ദറിന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. അവൻ ഗിരിധറെ നോക്കി മനോഹരമായി മന്ദഹസിച്ചു. ഹലോ ഗിരി, ചിരപരിചിതനെ പോലെയുള്ള വിളി. ഗിരിധറിന് അവൻ്റെ മുഖം അടിച്ചു പൊളിക്കാനുള്ള പ്രേരണയുണ്ടായി. അവൻ ശ്യാംസുന്ദറിൻ്റെ നേർക്ക് തീ പാറുന്നൊരു നോട്ടം അയച്ചു. ഉടക്കുണ്ടാകുമെന്ന് ശ്യാംസുന്ദറിന് മനസ്സിലായി. ഗിരിധറിന് തൻ്റെ യഥാർത്ഥ നിറം പിടികിട്ടിയിരിക്കാം. നന്ദിതയുടെ വീട്ടിൽ വെച്ചൊരു വഴക്ക് വേണ്ട എന്നവൻ തീരുമാനിച്ചു. എന്നാൽ ശ്യാംസുന്ദർ ബൈക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനായി തിരിച്ചതും ഗിരിധർ അതിനെ തടുത്തുകൊണ്ട് സ്വന്തം ബൈക്ക് കുറുകെ നിർത്തി. പിന്നെ ശ്യാംസുന്ദറിനോട് ചോദിച്ചു, എന്താ നിനക്ക് ഇവിടെ കാര്യം? ഒരു മറുപടി പറയണമെന്ന് ശ്യാംസുന്ദർ ഒരു നിമിഷം ആലോചിച്ചു. ഒടുവിൽ മൗനം പാലിച്ചു.
ചോദിച്ചത് കേട്ടില്ലേടാ പട്ടി. ഗിരിധറിൻ്റെ ശബ്ദം ഉയർന്നു. ഗിരിയുടെ ബൈക്കിൻ്റെ ഒച്ച കേട്ട് മുകൾ നിലയുടെ പാരപ്പറ്റിലെത്തിയ നന്ദിത കണ്ട രംഗം അതാണ്. അവൾ സ്തബ്ധയായി. ഏട്ടൻ ഉടക്കിയത് തന്നെ എന്ന അമ്മുവിൻ്റെ താക്കീത് ശരിയാണല്ലോ എന്ന് അവൾ കരുതി. അവൾക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ കഴിയും മുമ്പേ ഗിരിധറിൻ്റെ കൈ ശ്യാംസുന്ദറിൻ്റെ മുഖത്ത് വീഴുകയും ചെയ്തു. പിന്നീട് അവൾ കണ്ടത് തങ്ങളുടെ മുറ്റത്ത് കിടന്ന് കെട്ടിമറിയുന്ന ഗിരിധറേയും ശ്യാംസുന്ദറിനെയുമാണ്. ഗിരിയേട്ട എന്ന് വിളിച്ചുകൊണ്ട് നന്ദിത താഴെ എത്തി. നീ മുറത്തിൽ കയറി കൊത്തും അല്ലേടാ? ഗിരിധർ അലറി. കൊത്തുമെടാ. ശ്യാംസുന്ദർ വിട്ടുകൊടുത്തില്ല. ഒന്നല്ല 2 മുറത്തിലും. നീ ദിവസം എണ്ണിയിരുന്നോ? 1 മാസം തികച്ചും വേണ്ട. നിന്റെ 2 പെണ്ണുങ്ങളും അതിനകം എൻ്റെ കിടക്കയിൽ എത്തിയിരിക്കും. എടാ. ഗിരിധറിൻ്റെ കൈകൾ ശ്യാംസുന്ദറിൻ്റെ കഴുത്തിലമർന്നു. താഴെ എത്തിയ നന്ദിത കണ്ടത് ഗിരിധറിൻ്റെ കൈകളിൽ കിടന്ന് ശ്യാംസുന്ദർ പിടയുന്നതാണ്. കൈകൾ മുറുകുന്നതോടൊപ്പം ഗിരിധർ പല്ല് ഞെരിച്ചു. നീ ഇനി ജീവിക്കണ്ട ഗിരിയേട്ടാ. നന്ദിത ഉച്ചത്തിൽ അലറി വിളിച്ചു. ഗിരിധർ തിരിഞ്ഞ് നന്ദിതയെ നോക്കി. ഗിരിധറിൻ്റെ കൈകളിൽ തൂങ്ങിക്കിടന്നിരുന്ന ശ്യാംസുന്ദർ പെട്ടെന്ന് വലതുകാൽ ഉയർത്തി ഗിരിയെ ആഞ്ഞു തൊഴിച്ചു. ഗിരിയുടെ അടിവയറ്റിലാണ് അത് ഏറ്റത്. അമ്മേ എന്ന് കരഞ്ഞുകൊണ്ട് അവൻ വയറും പൊത്തി മലർന്നു വീണു. ആ തക്കത്തിന് ശ്യാംസുന്ദർ ചാടി തൻ്റെ ബൈക്കിൽ കയറി. തുറന്നു കിടന്നിരുന്ന ഗേറ്റിലൂടെ ബൈക്ക് പാഞ്ഞകന്നു. ഗിരിയേട്ടാ. നന്ദിത ഓടി ഗിരിയുടെ അരികിലെത്തി. ഗിരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും നന്ദിതയുടെ അച്ഛൻ ബാലൻമേനോനും പൂമുഖത്ത് എത്തിക്കഴിഞ്ഞു. ആരാണവൻ? ഗിരി നന്ദിതയുടെ നേരെ പൊട്ടിത്തെറിച്ചു. ഗിരിയേട്ടൻ അറിയില്ലേ? അയാളെ ഞങ്ങൾ ആദ്യമായി കാണുന്നത് പോലും ഗിരിയേട്ടൻ്റെ വീട്ടിൽ വെച്ചാണ്. അവൻ എന്തിനാണ് ഇവിടെ വന്നത്? ഗിരി ചോദിച്ചു. എന്താ ഗിരി പ്രശ്നം? എന്താ ഉണ്ടായത്? ബാലൻമേനോൻ ചോദിച്ചു. ഞാൻ ചോദിച്ചതിന് ആരും മറുപടി തരുന്നില്ല. എന്നോട് ഇങ്ങോട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ഗിരിധർ ചുണ്ടിയിൽ മുഖം തിരിച്ചു. ആ ചെറുപ്പക്കാരൻ ഇവിടെ വന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയാം, ബാലൻമേനോൻ അറിയിച്ചു. ഗിരിയുടെ വീട്ടിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് ആ പയ്യനെ ഇഷ്ടമായി. നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, പ്രായമായവരെ ബഹുമാനിക്കുന്ന തരത്തിൽപ്പെട്ടവൻ. ഇന്ന് അത്തരക്കാരെ കാണാനേ കിട്ടില്ല. സൂര്യന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും ഗഹനമായി സംസാരിക്കും. ഇതിപ്പോൾ 2ാമത് പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. എന്ത് വിശ്വസിച്ചാ ബാലമാമ അവനെ ഈ വീട്ടിനകത്ത് കയറ്റിയത്? ആദ്യത്തെ വിശ്വാസം ഗിരിയുടെ സുഹൃത്താണല്ലോ എന്നതായിരുന്നു. എൻ്റെ സുഹൃത്തോ? ഛേ. ഗിരി ഈർഷ്യയിൽ മുഖമിളക്കി. എൻ്റെ സുഹൃത്താണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുള്ള വീടല്ലേ ഇത്? അതോർക്കാതെയല്ല ഞാൻ അയാളെ ഇതിനകത്ത് കടത്തിയത്. 1ാമത്തെ പ്രശ്നം പറയാം. വീട്ടിലൊരു പെൺകുട്ടിയുണ്ടെന്ന് വെച്ച് ആരെങ്കിലും കയറി വന്നാൽ ഇറങ്ങിപ്പോകൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. 2ാമത്, ഈ 2 സന്ദർശനത്തിലും അയാൾ എൻ്റെ മകൾ ഉള്ള ഭാഗത്തേക്ക് നോക്കിയതേയില്ല. ആളുകളെ കണ്ടാൽ നമുക്ക് ഏകദേശ രീതികളൊക്കെ ഊഹിക്കാമല്ലോ. ഇൻ ഓൾ സെൻസ് ഹീ ഈസ് എ ജെൻറ്റിൽമാൻ. ജെൻറ്റിൽമാനാണത്രേ. ഗിരി പല്ല് ഞെരിച്ചു. ബാലമാമയ്ക്ക് അവനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ഇൻ ഓൾ സെൻസ് ഹീ ഈസ് പക്കാ പ്ലേ ബോയ്. ബാലൻമേനോനും നന്ദിതയും ഒരുപോലെ സ്തബ്ധരായി. ഞാൻ പറയുന്നത് വിശ്വാസമല്ലെങ്കിൽ ആരോടെങ്കിലും അത് അന്വേഷിച്ച് നോക്കുക. തൻ്റെ കണ്ണിൽപ്പെടുന്ന പെണ്ണുങ്ങളെയെല്ലാം സ്വന്തം കണക്കിൽ പ്രകാരമുള്ള ദിവസങ്ങൾക്കകം കിടക്കയിൽ കൊണ്ടുവരുമെന്ന് ശബ്ദം ചെയ്ത് ജീവിക്കുന്നവനാണവൻ. ബാലൻമേനോൻ്റെ കണ്ണുകൾ വല്ലാതെ ഒന്നാളിക്കത്തി. ഗിരിയേട്ടൻ ഇപ്പോൾ അയാളുമായി ഇവിടെ കിടന്ന് ഗുസ്തി പിടിച്ചതെന്തിന്? നന്ദിത ചോദിച്ചു. ഊഹിച്ചാൽ മനസ്സിലാകും. അയാൾ ഇവിടെ വന്നതിനാണോ? ആണെന്ന് കരുതിക്കോളൂ. അതിന് ഇങ്ങനെയൊരു സീനുണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സ്വകാര്യമായി വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഗിരിയേട്ടന് ഇഷ്ടമില്ലാത്ത ആരും ഈ ഗേറ്റിനകത്ത് കടക്കുകയില്ല. ഗിരിക്ക് സമാധാനമായി. നന്ദിത ഏതായാലും അവൻ്റെ വലയിൽ വീണിട്ടില്ല. വീഴും മുമ്പേ തനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ താൻ ഇവിടേക്ക് വന്നില്ലായിരുന്നുവെങ്കിലോ? ഇങ്ങനെയൊരു താക്കീത് നൽകാൻ തനിക്ക് അവസരം ലഭിക്കുമായിരുന്നില്ല. ശ്യാംസുന്ദർ എന്ന ചിലന്തി അവൻ്റെ വലയിൽ ഇവളെ പെടുത്തിയേനെ തീർച്ച. അമ്മുവിന് മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞത് ഭാഗ്യം. എങ്കിലും കരുതലില്ലാതെ പറ്റില്ല. ദിവസങ്ങൾ എണ്ണി ഇരുന്നോളാനാണല്ലോ ആ പെൺവേട്ടക്കാരൻ്റെ ഭീഷണി. ഗിരി എന്താണ് ഇനിയും ഓർത്തു നിൽക്കുന്നത്? ബാലൻമേനോൻ ചോദിച്ചു. അവൻ്റെ പാട്ടിന് പോയില്ലേ? ഇയാൾ അകത്തേക്ക് വരൂ. ഇല്ല, അവൻ എവിടേക്കാണ് പോയതെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, ഗിരി പറഞ്ഞു. എന്തിനാ? ഇനിയും വഴക്കുണ്ടാക്കാനാണോ? നന്ദിതയ്ക്ക് സംശയം. വഴക്കാണെങ്കിൽ വഴക്ക്. അവൻ ഇനിയും ആരുടെയും അടുത്ത് അങ്ങനെ മിടുക്കനാവണ്ട. ഗിരിധർ ചെന്ന് വണ്ടിയിൽ കയറി. നന്ദിതയും ബാലൻമേനോനും പരിഭ്രമിച്ചു നിന്നു. എനിക്കൊരു സംശയം, ബാലൻമേനോൻ മകളുടെ കാതിൽ അറിയിച്ചു. ഗിരിക്ക് സംശയം എന്ന മനോരോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന്. എന്തിനും ആളുകളെ സംശയിക്കുന്ന ചിലരുണ്ട്, വിശേഷിച്ചും ഭാര്യയെ സംശയിക്കുന്ന ഭർത്താക്കന്മാർ. അല്ലാതെ ഈ ശ്യാംസുന്ദർ ഒരു പ്ലേ ബോയ് ആണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഗിരിയേട്ടന് സംശയമാണെങ്കിൽ അച്ഛന് വിശ്വാസമാണ്. ആരെയും കയറി കണ്ണടച്ച് വിശ്വസിക്കും. ഏത് അണ്ടനെയും അടകോടനെയും പിടിച്ച് വീട്ടിൽ കയറ്റും. ശ്യാംസുന്ദർ പ്ലേ ബോയിയോ ആരുമാവട്ടെ, നമ്മുടെ വീട്ടിൽ അയാൾ ഇനി വരണ്ട. ഏതായാലും അയാൾ ഒരു പാവമൊന്നുമല്ല. ഗിരിയേട്ടൻ്റെ വയറ്റിൽ തൊഴിച്ചിട്ടാണ് അയാൾ രക്ഷപ്പെട്ടത്, നന്ദിത പറഞ്ഞു.
എല്ലാം നിന്റെ ഇഷ്ടം, ബാലൻമേനോൻ സമ്മതിച്ചു. നിനക്കും ഗിരിക്കും ഇഷ്ടമില്ലെങ്കിൽ അയാൾ ഇനി ഇവിടെ വരണ്ട തന്നെ. ബാലൻമേനോൻ ആ വിഷയം ചിരിച്ചു തള്ളി. ഗിരി നേരെ പോയത് വീട്ടിലേക്കാണ്. ഗിരിയുടെ ബൈക്ക് ചെന്ന് നിന്ന ശബ്ദം കേട്ടിട്ടും ഡോർബെൽ മുഴുക്കിയിട്ടും അമ്മു വന്ന് വാതിൽ തുറന്നില്ല. ഗിരി പരിഭ്രാന്തനായി. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ വേലക്കാരി ഉമ്മണിയമ്മ വന്ന് വാതിൽ തുറന്നു. അമ്മു എവിടെ? ഗിരി ചോദിച്ചു. അകത്തുണ്ട്, തുന്നുകയാണ്. ചെന്ന് ആരാ ബെല്ലടിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഏട്ടനാണെങ്കിലേ വാതിൽ തുറക്കാവൂ എന്നും പറഞ്ഞു. ഗിരിയുടെ ചുണ്ടിൽ ചിരിയൂറി. അമ്മു പാഠം പഠിച്ചിരിക്കുന്നു. തൻ്റെ ആജ്ഞ ശിരസാ വഹിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലെങ്കിലും അമ്മു നല്ല കുട്ടിയാണ്. അവൾ മൂലം ഇന്ന് വരെ തനിക്ക് ഒരു മനശല്യം ഉണ്ടായിട്ടില്ല.